നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ചാവക്കാട് നഗരസഭയിലെ 33 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പോളിംഗ് അവസാനിച്ച ശേഷം ഇന്നലെ രാത്രിയാണ് 33 പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചത്. 1 മുതൽ 16 ബൂത്തുകളിലെ മെഷീനുകളും 17 മുതൽ 33 വരെ ബൂത്തുകളിലെ മെഷീനുകളുമാണ് 2 റൂമുകളിലാക്കി ഭദ്രമാക്കിയത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് സ്ട്രോങ് റൂമുകൾ. ഗുരുവായൂർ ACP C പ്രേമാനന്ദൻ, ചാവക്കാട് SHO VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു SIയും ASIയും സീനിയർ CPOയും ഉൾപ്പെടെ സായുധ പോലീസിനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക. അതുവരെ ജനാധിപത്യത്തിന്റെ കാവലായി സ്ട്രോങ് റൂമുകൾ പോലീസ് വലയത്തിലാണ്. ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും. ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇത്തവണ ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളിലെ 70 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി ഇനാക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു. ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിന് മുകളിൽ മണ്ണ് നിറച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി ഈ പൂച്ചെടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ S. ഹർഷിദ് പറഞ്ഞു. നഗരസഭാ ഓഫീസിന് മുന്നിലെ AKG സ്മാരക മന്ദിരത്തിനു മുന്നിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാതൃക ഹരിത പോളിംഗ് ബൂത്തും ഒരുക്കിയിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള വസ്തുക്കളും ഇല്ലാത്തവയുമാണ് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ ചിഹ്നങ്ങൾക്ക് പകരം കൊടുത്തിരുന്നത്. ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ചിഹ്നങ്ങളുടെ നേരെയുള്ള ബട്ടണിൽ അമർത്തിയാൽ പച്ച തെളിയും. പാടില്ലാത്ത ചിഹ്നങ്ങൾ തൊട്ടാൽ ചുവപ്പ് ലൈറ്റും തെളിയും. പുനരുപയോഗിക്കാവുന്ന തുണി, കയർ എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഹരിതചട്ടം പാലിക്കാനായി ഓലകളും മറ്റിലകളും ഉപയോഗിക്കുന്നത് മാലിന്യത്തിന്റെ തോത് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം ബൂത്ത് നിർമ്മിച്ചതെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. നഗരത്തിന്റെ മാലിന്യത്തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും AKM HSS പൂച്ചട്ടി സ്കൂളിലെ വിമുക്തി ക്ലബിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചാലക്കുടി ഡി അഡിക്ഷൻ സെന്റർ സന്ദർശിച്ചു. കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലേക്ക് നൽകുന്നതിനായി സീനിയർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പീറ്റർ കിണറ്റിങ്കലിന് കൈമാറി. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു KK ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെടുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ K. ലത്തീഫ് മയക്കുമരുന്നിനെതിരെ സമൂഹത്തിൽ കുട്ടികൾ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. പ്രധാന അധ്യാപിക PB ബബിത, മുൻ അധ്യാപകരായ അന്നമ്മ PK, മോളി ടീച്ചർ, വിമുക്തി കോർഡിനേറ്റർ ബിന്ദു V, സന്ധ്യ രാഘവൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പ്രദർശനം. വീട്ടുമുറ്റത്തും തോട്ടത്തിലും നിൽക്കുന്ന ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാനും സംരക്ഷിക്കാനും ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്ക് സാധിച്ചു. ചരമം. അക്കിക്കാവ് പൂങ്കാവനം സ്വദേശിയായ കുഴങ്ങിൽ പീടികയിൽ അബു നിര്യാതനായി 68 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി മുഹിദ്ദീൻ ജുമാ മസ്ജിദിൽ നടത്തി. എരുമപ്പെട്ടി ചിറമ്മൽ ഒല്ലൂക്കാരൻ പരേതനായ ജോസഫിന്റെ മകൻ ഡെന്നി നിര്യാതനായി 54 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 4:30 എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടക്കും. സെലീന മാതാവും ടെസ്സി, ഷൈനി എന്നിവർ സഹോദരങ്ങളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.